നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിൽക്കുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ നിന്ന് 9 കിലോമീറ്റർ മാറിയിട്ട് കോറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇതാക്കണ ഈ കാണുന്ന ഒരു 43.5 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ സ്ഥലം പ്രോപ്പർട്ടി കൊടുക്കാണ്ടെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് ഞങ്ങളെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയേക്കാലോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഒന്ന് പറഞ്ഞുതരട്ടോ. ഈ റോഡ് വരുന്ന നമ്മളെ കോറോത്തുനിന്ന് വരുന്ന റോഡാണ്. ഈ റോഡ് നേരെ പോണത് നമുക്ക് മാത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണ റോഡാണ് കേട്ടോ. അപ്പൊ ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്നതാണ് നമ്മളെ 43.5 സെന്റ് സ്ഥലം എന്ന് പറയുന്നത്. ഈ കാണുന്ന തന്നെയാണ് ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. നല്ല കിടിലം പ്ലോട്ടാണ് കേട്ടോ. ഇവിടെ നോക്കിക്കോളി. നമ്മളെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ വേണമെങ്കിൽ ക്വാർട്ടേഴ്സ് പണി അതുപോലെ ബിൽഡിംഗ് പർപ്പസിനൊക്കെ പറ്റിയ നല്ലൊരു കിടിലം പ്ലോട്ടാണ്. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടേജ് ഇതാക്കുന്നത് ഇവിടുന്ന് തുടങ്ങാണ് കേട്ടോ. ഫ്രണ്ടേജ് ഇവിടുന്ന് തുടങ്ങിയിട്ട് അത്യാവശ്യം ആ ഒരു പോസ്റ്റ് കാണുന്ന അവിടെ വരെ നമ്മൾ കാണിച്ചു തരാം. നല്ലൊരു അടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. വീടൊക്കെ വെച്ച് താമസിക്കാണ്ട് പിള്ളേരൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടാനാണെങ്കിലും ഒക്കെ നല്ല സൗകര്യമുള്ളൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ. ഇങ്ങോട്ട് വരി, ഞാൻ ഫ്രണ്ടേജ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ ഇങ്ങോട്ട് നോക്കി നമുക്ക് ക്വാർട്ടേഴ്സുകൾ പണിയാം, അതേപോലെ മറ്റേ പ്ലോട്ടുകളായിട്ടൊക്കെ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ. നമ്മളെ വണ്ടി നിൽക്കണം അവിടുന്ന് തുടങ്ങിയിട്ട് ഇതാക്കണം ഇവിടം വരെയാണ് അതിന്റെ ഫ്രണ്ടേജ് ഒക്കെ വരുന്നത് കേട്ടോ. ഇവിടം വരെയാണ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് ഫ്രണ്ടേജ്. പിന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെയും വരുന്നുണ്ട്, അവിടെയും വരുന്നുണ്ട്. 4 ഭാഗത്തും വരുന്നുണ്ട് കേട്ടോ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ്. നമുക്ക് ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും കണക്ഷൻ എടുക്കാനൊക്കെ പറ്റുന്നതാണ്. അതേപോലെ പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ അടുത്തൊക്കെ ഒരുപാട് താമസമുള്ളതാണ് കേട്ടോ. ഒരുപാട് വീടുകളുണ്ട് ആ ഒരു ഭാഗത്തേക്കൊക്കെ. അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ നല്ലൊരു മഴ പെയ്തിട്ടോ. അപ്പൊ ഞാൻ നോക്കിയാൽ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ഫ്രണ്ടേജ് ആണല്ലോ ഇപ്പോൾ നേരത്തെ കണ്ടത്. ഇനി നമുക്ക് അടുത്ത് കാണാനുള്ളതാക്കണം. ഈ ഒരു ഭാഗത്ത് റോഡ് പോകുന്നുണ്ട്. അപ്പൊ ഇനി ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് പയ്യന്നൂർക്ക് ഏകദേശം ഒരു 9 കിലോമീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പയ്യന്നൂരാണ് വരുന്നത്. അതേപോലെ നമുക്ക് ഇനി കണ്ണൂർ നമ്മളെ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ക്ഷേത്രത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും 30 കിലോമീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കണ്ണൂർക്ക് ഒരു 40 കിലോമീറ്റർ ദൂരേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത് നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. അവിടേക്ക് വെറും 13 കിലോമീറ്റർ ദൂരേ വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ. അവിടെ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ വീടുകളുണ്ട്, ചുറ്റുഭാഗത്തും വീടുകളാണ്. അതന്നെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് നോക്കി അങ്ങനെ നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. വീട് ഇവിടെ വേണമെങ്കിൽ വീട് വെക്കാം. ഇനിയിപ്പോൾ ആ ടാറിങ്ങിൻ്റെ ആ സൈഡിൽ വേണമെങ്കിൽ അവിടെ വീട് വെക്കാം. എവിടെ വേണമെങ്കിലും വീട് വെക്കട്ടോ. 2 സൈഡിലും റോഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു സ്ഥലം. ഒരു ഭാഗത്തു നിന്നുള്ള റോഡ് ഫ്രണ്ടേജ് ഇതാക്കണം. നമ്മളെ വണ്ടി നിൽക്കണ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതാക്കണ് ഏകദേശം ഈ ഒരു കെട്ടിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് അപ്പുറത്തേക്ക് വരാനുണ്ട് കേട്ടോ. ആ ഒരു തേക്ക് കാണണമൊക്കെ നമ്മളെ ഈ ഒരു പ്ലോട്ടിനകത്ത് ഉള്ളതാണ് കേട്ടോ. നോക്കിയാണ് ഏകദേശം നമുക്ക് ആ ഒരു തേക്കിൻ്റെ ആ ഒരു ലെവലിൽ ഇവിടം വരെ വരുന്നുണ്ട്. അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് നല്ല നീളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ചതുരായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതാക്കണ അടുത്ത് വീടുകൾ ഇവിടെയൊക്കെ വീടുകളുണ്ട്. ആൾ താമസം ഇതാക്കണേ നമ്മളെ ബാക്ക് സൈഡിലുള്ള വീടുകളൊക്കെയാണ് കേട്ടത്, പ്ലോട്ടിൻ്റെ ബാക്കിൽ നിന്ന് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത്രയാണ്. പിന്നെ നമുക്ക് അടുത്ത് ഇനിയിപ്പോൾ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് നമുക്ക് കോറോത്ത് നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ വരുന്നുണ്ട്, പിള്ളേരെ സ്കൂളിലേക്ക് വിടാനൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടും കാര്യങ്ങളൊക്കെ. ഇനി ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയോക്കണ്ടേ വരിങ്ങളേ. പ്ലോട്ടിലോട്ട് വരുമ്പോൾ കുറച്ച് അങ്ങനെ വെട്ടുകല്ലായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. മണ്ണല്ല വെട്ടുകല്ലാണ്. അപ്പോൾ ചെറുങ്ങനെ ഒന്ന് ലെവലാക്കി എടുക്കണം കേട്ടോ. നോക്കിയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് ചെരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ലെവലാക്കി ഇതിനോട് ചേർന്ന് നല്ല ലെവലാക്കി എടുത്തു കഴിഞ്ഞാൽ വീടൊക്കെ വെക്കുക, അല്ലെങ്കിൽ ക്വാർട്ടേഴ്സ് പണിയുക. ഇനിയിപ്പോൾ ഒരു ഫാമിലി തന്നെ 2 or 3 വീടൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ 2-3 ആൾ കൂടിയിട്ടില്ലേ അങ്ങനെയൊക്കെ എടുക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഒരു 20 സെൻറ്റ് സ്ഥലം 10 സെൻറ്റ് സ്ഥലം അങ്ങനെയൊക്കെ ആയിട്ട് 2-3 പ്ലോട്ടുകളാക്കിയിട്ട് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ബാക്ക് സൈഡിൽ ഇത് കണ്ടില്ലെങ്കിൽ കുറച്ച് ചെറിയൊരു ചെരിവുണ്ട് കേട്ടോ. അത് കുറച്ചൊന്ന് മണ്ണിട്ടൊന്ന് ലെവലാക്കേണ്ടി വരും. നമുക്ക് മണ്ണൊക്കെ കിട്ടുന്ന ഏരിയയാണ്. നമുക്ക് ഇവിടെ ചെറിയൊരു കട്ടൊക്കെ കെട്ടിയിട്ട് ബാക്ക് സൈഡിൽ ഇതാണ്, അവിടെ ഒരു ചെറിയൊരു കട്ടൊക്കെ കെട്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ലെവലാക്കി എടുക്കണം. സ്ഥലമൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ സൗകര്യമാണ്, വെള്ളം കിട്ടുമല്ലോ എന്നൊക്കെയാണ്. അപ്പോൾ ഇനി ഒരു വീടൊക്കെ വെച്ച് താമസിക്കാണ്ടേ വെള്ളത്തിൻ്റെ സൗകര്യം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു പഞ്ചായത്ത് കിണറുണ്ട്. അപ്പോൾ അതിനകത്തുള്ള വെള്ളം എന്തേരം ഉണ്ട് എന്നൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് കേട്ടോ. അത് അവിടെ തന്നെയാണ് വരി, ഈ ഒരു വീടിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അതേ കിണർ കേട്ടോ, നമ്മളെ പഞ്ചായത്ത് കിണറാണ്. അപ്പോൾ അതിനകത്തുള്ള വെള്ളം എന്തേരം ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഇവിടെ വരി, വലിയ കിണറാണ് കേട്ടോ. അവിടെ എത്രങ്ങാനും വെള്ളം, എൻ്റെ തെളിഞ്ഞ് വെള്ളം കേട്ടോ. നല്ല വെള്ളമുള്ള കിണറാണ്. ഇങ്ങോട്ട് നോക്ക്,
ഇതിപ്പോൾ ഒരുപാട് വീടുകളിലോട്ട് വെള്ളം കൊണ്ടുപോകുന്ന ഒരു കിണറും കൂടിയാണ് കേട്ടോ. കണ്ടില്ല ഇഷ്ടം പോലെ വെള്ളം ഉണ്ട്, നല്ല തെളിഞ്ഞ എല്ലാ വീട്ടിലും ഇപ്പൊ ഈ ഒരു ചുറ്റുഭാഗത്തിലെ എല്ലാ വീടുകളിലും കിണർ തന്നെയാണ്. ഇപ്പൊ ഇതിന്റെ ഓണർ നമ്മളോട് നേരത്തെ പറഞ്ഞു കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്താണെങ്കിലും ഇപ്പൊ അപ്പുറത്താണെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയും ബോർവെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാവരുടെ വീട്ടിലും സാധാ കിണർ തന്നെയാണ്. ഇതേപോലെ നല്ല വെള്ളമുള്ള കിണറാണ് കേട്ടോ. അപ്പൊ കിണർ കുഴിക്കാന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇപ്പൊ അതാണ് കേട്ടോ. നമ്മളിപ്പോഴേ ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് വീടുകളൊക്കെ കാണിച്ചു കൊടുത്തില്ലേ? കണ്ടു. നമുക്ക് അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണിച്ചു കൊടുക്കാം നമുക്ക്. ആയിക്കോട്ടെ. പ്ലോട്ടിന്റെ ചുറ്റുഭാഗം ഈ 4 ഭാഗമല്ല ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇനി ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പോയി ഇപ്പൊ ഈ ഒരു ചുറ്റുഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വലിയ വലിയ അലാക്കിന്റെ പേരാണ് കേട്ടോ. നിങ്ങൾ വരും കാട്ടിത്തരാം. എത്രങ്ങാനും വലിയ വലിയ വീടുകൾ അറിയ ഒരു ഭാഗത്തൊക്കെ. ഞാൻ പറഞ്ഞില്ല നേരത്തെ കൂടെ ഇഷ്ടം പോലെ ഇനിയിപ്പോ അവിടെ ഒരു വീടുണ്ടെങ്കിൽ അതിപ്പോ പണി നടന്നുകൊണ്ടിരിക്കണാണ് കേട്ടോ. അതിന്റെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കണാണ്. അതിന്റെ അപ്പുറത്തേക്കൊക്കെ ഒരുപാട് വീടുണ്ട്. ഞാൻ പറഞ്ഞ വീട് വലിയൊരു വീടുണ്ട് പറഞ്ഞേ, ഒരു അലാക്കിന്റെ അങ്ങോട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് കേട്ടോ. ഇത് മാത്തിൽ പോണ റോഡാണ്. അപ്പൊ അവിടെയാണ് 2 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ വരുന്നത്. താറ് റോഡിന്റെ സൈഡിൽ വീടൊക്കെ ഞങ്ങൾക്ക് വേണേ ഇങ്ങോട്ട് പോരി, നല്ല സ്ഥലമാണ്. അങ്ങോട്ട് നോക്കി ആ വീടുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ വലിയ വീട് തന്നെയാ. അതും കൂടി ഒന്ന് കാട്ടി കൊടുക്കല്ലേ അല്ലേ? ഇതിപ്പോ നടന്നിങ്ങനെ റോട്ടുമ്മ കൂടെ ഉള്ള വീട് നമുക്ക് കാട്ടിത്തരല്ല കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഇതേപോലെ നല്ല നല്ല വീടുകൾ ഉണ്ട് എന്നുള്ള കാണിച്ചു തരാണ്. അതെന്താ വെച്ചാൽ ആ ഒരു വീട് ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു സ്ഥലം നമ്മൾ കാണിക്കുമ്പോൾ എന്താ കുറച്ച് ഉള്ളിലാണോ അങ്ങനെ ആൾ താമസമില്ലാത്തൊരു ഏരിയ ആണോ എന്നൊക്കെ നമ്മളെ പ്രേക്ഷകര് ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. ഇനിയിപ്പോ വലിയ ബഡ്ജറ്റ് നിങ്ങളെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവില്ല, ഡോക്ടേഴ്സോ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഈ അടുത്താണ് നമുക്ക് മറ്റേ നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജ് 13 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരോ നേഴ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല. ഇനി പയ്യന്നൂർ ടൗണിൽ ദൂരം നിന്നൊക്കെ വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടെ നോക്കിക്കോളി, അടുത്ത വീട് കാട്ടിത്തരാം. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നോക്കിയാ കാണുന്ന ദൂരത്തിലാണ് വണ്ടി അവിടെ കിടക്കണേ. അതാണ് നമ്മൾ പറഞ്ഞ പ്ലോട്ട്, സെയിൽ ചെയ്യാനുള്ള സ്ഥലം അതാണ്. ആ വണ്ടി കിടക്കണോർത്താണ്. അപ്പൊ ഈ ഒരു ഏരിയ എന്നുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. ബാക്കി നമുക്ക് വഴിയെ കാണാം പോരി. അപ്പൊ നോക്കിയാൽ നിങ്ങൾ സ്ഥലങ്ങളൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിന്ന് 9 കിലോമീറ്റർ മാത്രം അകലത്ത് കോറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം കണ്ടില്ല നിങ്ങൾ 43.5 സെന്റ് സ്ഥലമാണുള്ളത്. മൊത്തത്തിലുള്ള 43.5 സെന്റ് സ്ഥലം. അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? വില പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെന്റിന് വെറും 70,000 രൂപയെ ചോദിക്കുന്നുള്ളൂ. അതും വില കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, അതല്ല ഈ ഒരു പ്ലോട്ട് കാണണമെന്ന് താല്പര്യം, ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്ലോട്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഈ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഡയറക്റ്റ് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലൊക്കെ സ്ഥലങ്ങളൊക്കെ ഈ ഒരു കണ്ണൂർ ജില്ലയിൽ ഈ ഒരു പയ്യന്നൂർ ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. അർജന്റ് ആയിട്ടുള്ള ഒരു വിൽപ്പനയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ കണ്ണൂർ ജില്ലയിലെ കാസർഗോഡ് ജില്ലയിലെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടോ. നല്ല മഴയാണ്. ബൈ.